തൊഴിലാളി സംഘടനാ രംഗത്തെ അതികായനായ പ്രമുഖ CPM നേതാവായിരുന്നു ആനത്തലവട്ടം ആനന്ദൻ. CITU സംസ്ഥാന പ്രസിഡന്റും 2006 മുതൽ 2011 വരെ നിയമസഭയിൽ ചീഫ് വിപ്പുമായിരുന്നു അദ്ദേഹം. അവസാന കാലഘട്ടത്ത് LDF ഭരണത്തിലും KSRTC ജീവനക്കാർക്ക് വേണ്ടി സമര പോരാളിയായി. അടിമുടി ട്രേഡ് യൂണിയനിസ്റ്റ് എന്നും കയർ തൊഴിലാളി മേഖലയായിരുന്നു പ്രിയ തട്ടകം. പാർലമെന്ററി രംഗത്ത് ശോഭിച്ചപ്പോഴും തൊഴിലാളി രംഗം ആനത്തലവട്ടം കൈവിട്ടിരുന്നില്ല. കായലും കയറും പോൽ ഇഴുകിച്ചേർന്ന ബന്ധമായിരുന്നു തൊഴിലാളികളുമായി ആനത്തലവട്ടം ആനന്ദന്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ആനത്തലവട്ടം എന്ന തുരുത്തിൽ ജനനം. കയറായിരുന്നു ആ നാട്ടുകാരുടെ ഏക ഉപജീവന മാർഗം. കയറും കയർ തൊഴിലാളികളുമായുള്ള അടുപ്പവും നന്നേ ചെറുപ്പത്തിൽ തുടങ്ങി. ദിവസക്കൂലി 8 അണയായിരുന്നു കയർ തൊഴിലാളികൾക്ക് അന്ന്. ട്രാവൻകൂർ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. സ്കൂളിൽ പോകും വഴിയും തിരിച്ചു വരുമ്പോഴും സമരപ്പന്തലിലെത്തി മുദ്രാവാക്യം മുഴക്കി ആനന്ദൻ അവരിൽ ഒരാളായി. പിന്നെ അവരുടെ ആശയവും ആവേശവുമായി. SF-ലൂടെ വിദ്യാർത്ഥി രംഗത്തും സാന്നിധ്യം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സർവപ്രതാപിയായ ഹെഡ് മാസ്റ്റർക്ക് നേരെ ശബ്ദമുയർത്തി. അധ്യാപകരുടെയും നാട്ടിലെ പ്രമാണിമാരുടെയും കണ്ണിലെ കരടായി മാറി. 1954 ഒരണ കൂടുതൽ കൂലിക്ക് വേണ്ടി നടന്ന കയർ തൊഴിലാളി പണിമുടക്കിനും നേതൃത്വം നൽകിയത് ആനത്തലവട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദ്യ പടിയായിരുന്നു ആ സമരം. 1958 കയർ തൊഴിലാളിയായി ജോലി ചെയ്യുകയും സഹപ്രവർത്തകരെ സംഘടിപ്പിച്ച ആനത്തലവട്ടത്ത് ആദ്യത്തെ കയർ സഹകരണ സംഘം രൂപവൽക്കരിക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ കയർ തൊഴിലാളികളുടെ ദിവസക്കൂലി ഉയർത്താൻ ആനന്ദൻ ഒരു റാലി നടത്തി. ആ റാലിയിലെ തൊഴിലാളി പങ്കാളിത്തം കണ്ട് കേരളം അമ്പരന്നു. അറസ്റ്റും തടവിൽ കഴിയലും പരിക്കേൽക്കലും ഒക്കെ മൂർച്ച കൂട്ടിയതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം. അടിയന്തരാവസ്ഥ കാലത്ത് 1.5 വർഷത്തോളം ഒളിവിൽ കഴിയുകയും ആഭ്യന്തര സുരക്ഷാ നിയമപ്രകാരം പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1976 നവംബറിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതുവരെ തടങ്കലിൽ വെക്കുകയും ചെയ്തു. കയർ തൊഴിലാളി യൂണിയന്റെ 3 കാൽനട സംസ്ഥാന ജാഥകളുടെ നേതാവായിരുന്നു ആനന്ദൻ. 1973 കയർ തൊഴിലാളിയായ സഖാവ് അമ്മുവിനെ ലോക്കൽ പോലീസ് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച വൻ ജാഥയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. 1974 മെച്ചപ്പെട്ട ജോലിക്കും കൂലിക്കും വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹവും തൊഴിലാളികളും കാൽനടയായി പാതയിലിറങ്ങി. 1975 പ്രസിദ്ധമായ കയർ തൊഴിലാളികളുടെ പട്ടിണി മാർച്ച് കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്നത്. അങ്ങനെ എണ്ണമറ്റ സമര പോരാട്ടങ്ങൾ. അങ്ങനെ തലയെടുപ്പുള്ള തൊഴിലാളി നേതാവായി വളരുകയായിരുന്നു ആനത്തലവട്ടത്തെ ആനന്ദൻ. ഏതാണ്ട് എല്ലാ തൊഴിലാളി യൂണിയനുകളുടെയും തലപ്പത്തെത്തി ആനത്തലവട്ടം. കയർ തൊഴിലാളികൾക്ക് വേണ്ടി EMS സർക്കാരിനെതിരെ ഉയർത്തിയ മുഷ്ടി KSRTC തൊഴിലാളികൾക്ക് വേണ്ടി പിണറായി സർക്കാരിനെതിരെയും ആനന്ദൻ താഴ്ത്തിയില്ല. കയർ ഫെഡ് ചെയർമാൻ, കയർ ബോർഡ് വൈസ് ചെയർമാൻ, കയർ മേഖലാ പുനരുദ്ധാരണ കമ്മീഷൻ അധ്യക്ഷൻ, ട്രാവൻകൂർ കയർ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി, കേരള കയർ വർക്കേഴ്സ് സെന്റർ ജോയിന്റ് സെക്രട്ടറി, കേരള കയർ വർക്കേഴ്സ് സെന്റർ സെക്രട്ടറി, ഇങ്ങനെ നീളുന്നു പൊതുപ്രവർത്തനത്തിന്റെ ആ കയർ ബന്ധം. ഇതിനിടെ 3 തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് MLA ആയി. അപ്പോൾ നിയമസഭയിലും ആനത്തലവട്ടം കയർ തൊഴിലാളികളുടെ ശബ്ദമായിരുന്നു. ഒടുവിൽ വിരാമമായത് കയറിൽ നിന്ന് ഇഴപിരിയാനാവാത്ത രാഷ്ട്രീയ ജീവിതം.